ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. Hello, good evening. Welcome to Malabar Golden Diamonds Grihalakshmi, the best homemaker powered by Oriental Group of Hotel Management. Shop it up, go for gold. ഗോൾഡ് വള ഇവിടെ പെട്ടെന്ന് 10 മിനിറ്റ് ഒരു 4 പവന്റെ ഒരു വള. ഇതില്ലെങ്കിൽ അത്, അതില്ലെങ്കിൽ ഇത്. പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടില്ല. ഞാനങ്ങ് എൻജോയ് ചെയ്യരുത് ആക്ച്വലി, കാരണം വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കയറിപ്പോയി. ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെ നഷ്ടപ്പെട്ടു പോകുന്ന ചില ക്വാളിറ്റീസ് ലതയിൽ വളരെ അധികം ഉണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വെറും ഫ്രൂട്ട്സാണ് അവർക്കൊന്ന് ഞാൻ കൊടുക്കാൻ. ജ്യൂസും അടിക്കാൻ കൊടുക്കാൻ പറ്റില്ലാതെ പോയി. പിന്നെ അവർക്ക് ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ആയി പോയി. ഇപ്പൊ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഫ്രഷ് സംഭവം പാളി. അവരാലോചിച്ച് നോക്കിയപ്പോ കൂർഗിൽ നല്ല തണുപ്പുണ്ട്. ആ ചേട്ടനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു. നിങ്ങളെ വെച്ചോളൂ, ഞാൻ എന്റെ ടൈമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രയും നേരം തനിച്ചിരുത്താൻ പാടില്ല എന്നുള്ളത് മറന്നുപോയാണ് ആ ഭക്ഷണം തേടി നടന്നത്. വീട്ടമ്മമാരുടെ വീടുകളിൽ വെച്ച് ടാസ്കുകൾ നടത്തി ഏറ്റവും ബെസ്റ്റ് ഹോം മേക്കർ അഥവാ ഗൃഹലക്ഷ്മിയെ കണ്ടെത്തുന്ന ഈ റിയാലിറ്റി ഷോയിന്റെ പ്രയാണം ഇവിടെ തുടരുകയാണ്. ആദ്യമായി നമ്മുടെ ഈ എപ്പിസോഡിലെ നമ്മുടെ പെർമനന്റ് ജഡ്ജിനെ പരിചയപ്പെടാം. ആ പെർമനന്റ് ജഡ്ജ് ആൻഡ് മെന്റർ മിസ്സസ് രഞ്ജിനി കൊമ്പാര. ഹായ് ചേച്ചി. ഹായ് അനുജ. ലുക്കിംഗ് ഡാഷിംഗ്. വുമൻ ഇൻ റെഡ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരേ ഒരു ഹാൻസം ജഡ്ജാണ്. He is none other than actor Mr. Krishna Kumar. ഈ 2013 പൊതുവെ നല്ല കാര്യങ്ങളാണ്, നല്ല കാലമാണ്, നല്ല കാര്യങ്ങളാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ഒരു വാരഫലം എടുത്ത് വായിച്ചപ്പോൾ നാളെ വളരെ നല്ലൊരു ശുഭവാർത്ത കേൾക്കുന്നു കേട്ടു. അത് ഇത്രയും നല്ലൊരു വാർത്തയായിരിക്കും എന്ന് വിചാരിച്ചില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഡാഷിങ്ങും പിന്നെ എന്തെന്നൊക്കെയാ പറഞ്ഞു. എനിക്ക് തന്നെ സംശയം തോന്നുന്നു, ഇത്രയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സുഖിച്ചു. ഇനി ഒരു അവസരത്തിൽ ഞാൻ തിരിച്ചു പറയുന്നതായിരിക്കും. നമ്മുടെ പുതിയ എപ്പിസോഡിൽ പുതിയ കണ്ടസ്റ്റൻസ് പുതിയ എന്തൊക്കെ ചെയ്യുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം. ആയിക്കോട്ടെ. And we have yet another judge, our clinical psychologist, Dr. Geetanjali Nadarajan. ഗൃഹലക്ഷ്മി പ്രോഗ്രാം ഞാൻ ശരിക്ക് ഇവിടെ ജഡ്ജായിട്ട് എൻജോയ് ചെയ്യുന്നു. കാരണം ഈ ടാസ്കുകൾ ഓർഗനൈസേഴ്സ് ശരിക്ക് ആലോചിച്ച് എടുത്ത ടാസ്ക്കാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പം യമ്മി മമ്മി ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഷോപ്പ് ഇറ്റ് അപ്പ്, ഇല്ലെങ്കിൽ ആ വെൽക്കം ഹോം, അത് മാത്രമല്ല ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മളത് കാണുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, ആനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഐ അപ്രിഷിയേറ്റ് ആ ഒരു ടാസ്കിൻ്റെ സെലക്ഷൻ. ഗൃഹലക്ഷ്മിയുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ സമയമായിരിക്കുകയാണ്. ലത അനിൽ ഫ്രം ട്രിവാൻഡ്രം. ഹലോ ലത. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ലത്. നല്ല വിശേഷം. ഓക്കെ, അപ്പം ഇന്ന് എന്തായാലും പ്രൊഫൈലൊക്കെ കണ്ട് എല്ലാവർക്കും ലതേനെ ഇപ്പൊ അറിയാം. അപ്പൊ എന്തായാലും ഇനി ടാസ്കിലേക്ക് പോവാം. എന്താ ടാസ്ക് എന്ന് ശാലിനിയോട് ചോദിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി, ദ ബെസ്റ്റ് ഹോം മേക്കർ. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഷോപ്പ് ഇറ്റ് അപ്പ്, ഗോ ഫോർ ഗോൾഡ് ആണ്. ഈ ടാസ്ക് പെർഫോം ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ ലത ചേച്ചി. ട്രിവാൻഡ്രത്തിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. സ്ഥിരം ഷോപ്പിംഗ് ഏരിയ ആണോ? സ്വർണ്ണമൊക്കെ ഇഷ്ടമാണ്, എന്നാലും ഒത്തിരി ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. വാങ്ങിച്ചു വെക്കാനൊക്കെ ഇഷ്ടമാണ്. വാങ്ങിച്ചു വെക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. ചേച്ചിക്ക് വാങ്ങിച്ചു വെക്കാൻ ഞങ്ങൾ ഒരു അവസരം തരാണ്. 10 മിനിറ്റ് സമയമുണ്ട്. 10 വിപ്രാളൊന്നും പാടില്ല. 10 മിനിറ്റ് സമയത്തിൽ ചേച്ചി 1 ലക്ഷത്തിന് സ്വർണം പർച്ചേസ് ചെയ്യാം. ചേച്ചി ഓർക്കണം, ചേച്ചി ഒരു കുടുംബിനിയാണ്. അപ്പൊ അതിനനുസരിച്ച് പെർഫോം ചെയ്യാം. 10 മിനിറ്റ് സമയമേ ഉള്ളൂ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്കിന്ന് ടാസ്ക് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യട്ടെ. 1 2 3 ഗോ. ഗോൾഡ് എനിക്കൊരു വള നോക്കിയാൽ വള ഇവിടെ പെട്ടെന്ന് വള.
10 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ ഗോൾഡിന് എത്ര ഇപ്പൊ വില ആണോ? അപ്പോൾ പണിക്കൂലി എല്ലാം കൂടി ആകുമ്പോൾ ഒരു പോലെ എത്രയാവും? എത്രയാവും? അപ്പോൾ എനിക്കൊരു 4 പവൻ്റെ ഒരു വള. ഒറ്റ വളയായിട്ട്. എന്താ നോക്കുന്നേ? ഒറ്റ വള. ഒറ്റ ഒരു ബാങ്കിള്. ഓ, സിംഗിൾ ബാങ്കിള്. സിംഗിൾ ആയിട്ടുള്ള. ഞാൻ കരുതി മറ്റേ ഒറ്റ വളയായിട്ടായിരിക്കും. ഇല്ല, 4 സിംഗിൾ ആയിട്ടുള്ള ഒറ്റയായിട്ടുള്ള. പെട്ടെന്ന് എവിടെ ഇതൊക്കെ എത്രയായിരിക്കും? ഇത് 4 പവൻ വരും. തൂക്കി നോക്കണ്ട. കറക്റ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമല്ലോ. പിന്നെ എനിക്കൊരു 1/2 പവൻ്റെ ഒരു സ്റ്റഡ് മുകളിലാണോ? അപ്പോൾ സ്റ്റഡ് വെളിയിൽ പോകാനുള്ള സമയം ഉണ്ടാവുമോ? എന്താ വെളിയിൽ പോകാനുള്ള സമയം ഉണ്ടാവും? പിന്നെ സമയമൊക്കെ ഉണ്ടോ? 1.5 മിനിറ്റ് 2.5 മിനിറ്റ് ആണോ? വേണ്ട, അല്ല ലിഫ്റ്റ് ഒന്നും വേണ്ട. ഈ ഫ്ലോറിൽ തന്നെ ഒരു സ്റ്റഡ് വേണം. എനിക്ക് ഒരു 1/2 പവൻ്റെയൊക്കെ സ്റ്റഡ്. ഒരു ലക്ഷം. എന്താണ് ഇനി നോക്കണേ? സ്റ്റഡ് കമ്മല് ചേച്ചിക്ക് തന്നെയല്ലേ? എത്രയായി? ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ. സോറി, വയ്യാട്ടെ. വരുന്നുണ്ട്. അപ്പൊ അത് മതി. അപ്പൊ മറ്റേ തികയൂല. ഓ, കഴിഞ്ഞു. എന്റെ അമ്മേ, അപ്പൊ ഫൈനൽ എമൗണ്ട് പറഞ്ഞോളൂ, അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട്. എത്രയാ? ഫുൾ എമൗണ്ട് ഒക്കെ പറഞ്ഞോളൂ, ധാരാളം സമയമുണ്ട്. 96,000. ചെറിയ റിങ്. കാരണം സമയമുണ്ട്. വെറുതെ അത് ഇത്ര ഗ്രാം ആയിരിക്കും അല്ലേ? അത് മതി. അതെവിടെയാ? 4 മിനിറ്റത്തേക്കാവണം. ചേച്ചിക്ക് വളയോടാണോ ഇഷ്ടം? ഒറ്റവള അങ്ങനെ ഇടാറ്? മാല കമ്മലിലേക്കൊന്നും അങ്ങനെയൊന്നുമില്ല എനിക്ക്. അത് ഗോൾഡ്. അതെ, താലിമാല മാത്രമേ ഗോൾഡ്. അതെത്ര? ഒരു 2 ഗ്രാം. ഇതൊക്കെ എത്രയാവും? കൂടുതലാ. അപ്പൊ ഇതാ, ഇത് കൊള്ളാം അല്ലേ? അല്ലേ? പൊതുവെ പർച്ചേസ് ചെയ്യാൻ സമയം എടുക്കാറുണ്ടോ? പിന്നെ കുറെ സമയം എടുക്കാറുണ്ട്. എല്ലാത്തിനും ഗോൾഡ് ഡ്രസ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ശരിക്കും സമയം എടുക്കും. അതെന്നെ ഹസ്ബൻഡിനെ കൂടെ കൂട്ടൂല, അല്ലെങ്കിൽ സമ്മതിക്കൂല. ഇത് കറക്റ്റ് ആവും. കൂടുതലാണോ? അപ്പൊ ഇതാ, അത് സമയമൊക്കെ ഉണ്ട്, പേടിക്കണ്ട. 5 മിനിറ്റ് ആയി. ഈ ഒരു 5 മിനിറ്റ് കൂടെ ഇത് കറക്റ്റ് ആവും. ചേച്ചിക്ക് തന്നെയല്ലേ? പെൺമക്കളില്ലല്ലോ? ഇല്ല, എനിക്ക് സുഖമായി. കറക്റ്റ് ആയോ? 1 ലക്ഷം രൂപയുടെ ആയില്ലേ? എത്രയും 500 രൂപയ്ക്ക് അത്രേ ഉള്ളൂ. ഫൈൻ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 5 minutes 39 seconds ചേച്ചി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെ എടുത്തേ കാണിച്ചോളൂ, തന്നോളൂ. ഒരു വള, പിന്നെ ഒരു കുട്ടി മോതിരം. ഇത് ചേച്ചി ഇട്ട് നോക്കിയോ? ചേച്ചിയുടെ കുഞ്ഞു വിരലിൽ കയറും. ഓക്കെ, ചേച്ചിക്ക് തന്നെ. വേറെ മക്കള്, വേറെ പെൺകുട്ടികളൊന്നും ഇല്ലാത്തത് ചേച്ചിക്ക് തന്നെ എടുക്കാം. 1,05,000 രൂപ.